ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു ഓണം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളിന്ന് ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു പർപ്പിൾ കളറിലുള്ള പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കഴിച്ചിട്ടില്ലെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് 250 ഗ്രാം ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അത് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സീഡ് അങ്ങ് നമുക്ക് മാറ്റാം. ഈ സീഡ് ലെസ് ആയിട്ടുള്ളതാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റണമെന്ന് നിർബന്ധമില്ല. ഇനി വലിയ ഗ്രേപ്സ് ആണുള്ളതെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചതും, കുറച്ച് കറി ലീവ്സ്, ഉപ്പ്, ഇനിയൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവിച്ച് എടുക്കണ്ട, അത് വെന്തങ്ങ് പോവും ഗ്രേപ്സ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അത് ശ്രദ്ധിച്ച് എടുക്കുകയും വേണം. ആ വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതങ്ങ് അടച്ചു വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേപ്സും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് സീഡ് മാറ്റിയിട്ടുള്ള ഗ്രേപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഡാർക്ക് കളറിലുള്ള കുറച്ചും കൂടെ ഡാർക്ക് കളറിലുള്ള ഗ്രേപ്സ് വരുന്നുണ്ട്. ആ ഗ്രേപ്സ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ അടിപൊളിയാണ്. ഇത് നമ്മൾ മസാല തയ്യാറാക്കിയിട്ടതിൻ്റെ അരപ്പാണ് ഇനി കാണുമ്പോൾ അതാണ് മാജിക്ക്. ഇത് കണ്ടോ, പർപ്പിൾ കളറിലുള്ള മസാലയാണ് നമുക്ക് കിട്ടിയത്, എൻ്റെ അരപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിയുള്ള തൈര് തന്നെ എടുത്ത് വെക്കൂ. നല്ല കട്ട തൈര് നോക്കിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഗ്രേപ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേപ്സും വെന്തിട്ട് ഇതിന് വെള്ളമൊക്കെ കുറച്ച് പർപ്പിളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പർപ്പിൾ കളറിലുള്ള പുളിശ്ശേരി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. ഓണത്തിനൊക്കെ വെറൈറ്റി ഡിഷുകൾ, കുറേ ഡിഷുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. ഗസ്റ്റൊക്കെ വന്ന് പിന്നെ നിങ്ങളുടെ റെസിപ്പി ചോദിച്ചിട്ടേ പോകൂ. അത്രയും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാൻ പറ്റിയ, ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഒരുപാട് ജോലിയൊന്നുമില്ല. അപ്പോൾ ഗ്രേപ്സ് ഇല്ലെങ്കിൽ ഇപ്പോഴും തന്നെ വാങ്ങിച്ചു വെച്ചോ. ഇപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കടുക് താളിച്ചിട്ടാൽ മതി. വെളിച്ചെണ്ണയിൽ തന്നെ കടുക് താളിച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് കടുക്, ഉണക്കമുളക്, കറി ലീവ്സും വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു അടിപൊളി ഒരു പർപ്പിൾ കളറിലുള്ള ഒരു പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ ചോറിൽ ഒഴിക്കുമ്പോൾ ചോറും കൂടെ പർപ്പിൾ കളർ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ ഒരുപാട് പുളിയുമില്ല, മധുരവും എല്ലാം കൂടെ ചേർന്നതായതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.